ഇന്ന് നമ്മൾ മക്രോണി വെച്ചിട്ട് ഒരു അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക, കുറച്ച് ഓയിലും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പുറത്ത് ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാനുള്ള മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, സുർക്ക എല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്രോണി വെന്ത സ്ഥിതിക്ക് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വഴറ്റുക. അതൊന്ന് വഴണ്ട് നല്ലോണം ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് അധികം വേപ്പിലിട്ട് കൊടുക്കുക. അതൊന്ന് വേവട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക കേട്ടോ ഇത്തിരി നേരം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ചല്ല നമുക്ക് എത്ര വേണ്ടി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 2 വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് വെന്തിരിക്കണം മക്രോണി ഇല്ലേ അതും കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പ് പാകത്തിന് നോക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം കൂടെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് പിന്നെ കഴിക്കുന്ന സമയത്ത് കുറച്ച് സവാളയും കൂടെ കുത്തി അരിഞ്ഞതും കൂടെ അതിൻ്റെ മേലെ വെതറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒരു കട്ടൻ ചായയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോട് കൂടെ എരിവോട് കൂടെ കഴിക്കണം. ഈ ചിക്കൻ മക്രോണിയിൽ നല്ല എരിവ് കുറച്ച് കൂടുതൽ മുന്നിൽ നിൽക്കണം. കുരുമുളക് കൂടി കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടു ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.